നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ അകത്ത് കഴുകി വെച്ച ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റണം. ഈ ചിക്കൻ വറുക്കാൻ എടുക്കുന്ന സമയം മാത്രം മതി ചിക്കൻ കറി വെക്കാൻ. ആ ഒരു താമസമേ ഉള്ളൂ. ചിക്കനെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റിയ സബോള, തക്കാളി, പച്ചമുളക്, അതിൻ്റെ അകത്തേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ആണത്. അതും ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും വെച്ചാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചട്ടി ചൂടാകാൻ വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ആ വേവിച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ആ ചിക്കനിലേക്ക് അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. അതിന് ശേഷം ഇത് ആവശ്യമുള്ള പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.